ഇന്ന് വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി. ക്യാരറ്റ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വിത്തൗട്ട് അവനാണ്. ഈ കേക്ക് വിത്തൗട്ട് അവൻ ഒരു ഫ്രൈയിങ് പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫ്രൈയിങ് പാനിൽ കേക്ക് അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായി വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബദാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 ബദാം ഉണ്ടാക്കും. അത് സോക്ക് ചെയ്ത് തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാരറ്റാണ് വേണ്ടത്. ഇവിടെ മീഡിയം സൈസുള്ള 3 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി നമുക്ക് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റ് നല്ലപോലെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ എടുത്തത് മീഡിയം സൈസ്ഡ് ക്യാരറ്റാണ്, അതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ ക്യാരറ്റാണെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് ഈത്തപ്പഴമാണ്. അതും ഒരു 15 സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോക്ക് ചെയ്ത് നമ്മൾ സീഡെല്ലാം കളഞ്ഞിട്ട് എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട 3 കാര്യങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, ഈത്തപ്പഴം കുരു കളഞ്ഞത്, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത നട്ട്സ്, ബദാമ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഈത്തപ്പഴം കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം കുരു കളഞ്ഞെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. 1.25 കപ്പ് മൈദയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് 1-2 തവണ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് ഈ കുഴച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യാൻ നമുക്കൊരു ബൗൾ എടുക്കുക. അതിലേക്ക് എഗ്ഗ് പൊട്ടിച്ചിടാം. ഇതിലേക്ക് 3 എഗ്ഗാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ചെറിയ സൈസ് എഗ്ഗ് ആയതുകൊണ്ടാണ് 3 എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന എഗ്ഗിൻ്റെ സൈസ് വലുതാണെന്നുണ്ടെങ്കിൽ 3 വേണമെന്നില്ല, 2 മതി. ഒരു 3 മുട്ട ഇവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. മുട്ട എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം യൂസ് ചെയ്താൽ മതി. മുട്ട ഒന്ന് കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡ്സ് ബീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാണ്. അടുത്തത് നമ്മൾ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. പഞ്ചസാരയുടെ അളവ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂട്ടി ആഡ് ചെയ്യാം. ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈത്തപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചും പഞ്ചസാരയുടെ അളവ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ട നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. നല്ല കളറെല്ലാം ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വനില എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അതും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് വെജിറ്റബിൾ ഓയിലാണ്. അതൊരു 1/2 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്ത് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ ബാച്ചായിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓവർ മിക്സ് ആവാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മളിവിടെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദ എല്ലാം ഇതിലേക്ക് ഓരോ ബാച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഈത്തപ്പഴം നട്ട്സും ആണ്. അതും ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓറഞ്ച് കളർ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല.
പിന്നെ ക്യാരറ്റ് കേക്ക് പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. കാരമലൈസ്ഡ് ഷുഗർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ കാരമലൈസ്ഡ് ഷുഗർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഇത് ക്യാരറ്റെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഫ്രൈങ് പാനിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഒന്ന് നമുക്ക് ഫ്രൈങ് പാൻ ഗ്രീസ് ചെയ്തെടുക്കാം. ഗ്രീസ് ചെയ്തതിന് ശേഷം ഫ്രൈങ് പാൻ ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഉണ്ടാക്കിയ പാനിൻ്റെ അടിയിൽ നമ്മൾ മറ്റൊരു പാന് വെക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കുന്ന പാനല്ല കേട്ടോ വെക്കുന്നത്. അടിയിൽ യൂസ് ചെയ്യാത്ത ഒരു പഴയ പാന് വെച്ച് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കുന്ന പാന് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചൂടാക്കിയ പാനിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ നമ്മൾ കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാൻ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് നേരത്തെ വെച്ച പാനിൻ്റെ മുകളിൽ വെച്ച് ഒരു 30 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ്സിന് ശേഷം നമുക്ക് കുക്കായിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു കത്തി അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കുത്തി നോക്കിയാൽ മതി, പ്രിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ക്ലീൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇത് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒന്ന് തുറന്ന് നോക്കിയപ്പം സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 10 more മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമതെടുത്ത് ഒന്നുകൂടി കുത്തി നോക്കുകയാണ്. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈങ് പാനിൽ മാറ്റാം. അപ്പോൾ ഫ്രൈങ് പാൻ മാറ്റുന്നതിൻ്റെ മുന്നേ ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷമാണ് ഇത് ഞാൻ മാറ്റിയിടുന്നത്. ടോട്ടൽ ഇതിന് 40 മിനിറ്റ്സ് ആണ് നമ്മൾ ഫ്രൈങ് പാനിൽ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ, ഈ റെസിപ്പി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.